ഹലോ, ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം അച്ചാച്ചൻ വന്നപ്പോൾ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ച് വെച്ചു. പിന്നെ ഇതാ ഉള്ളി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഉള്ളിയൊക്കെ വൃത്തിയാക്കി എടുത്തപ്പോഴത്തേനും ചേട്ടൻ എന്ന് പറഞ്ഞ് ഞാൻ അരിഞ്ഞു തരാം. അങ്ങനെ ഉള്ളി നേരെ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ചു കേട്ടോ. അതെ, ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമല്ല, ഞാൻ കുറച്ച് അധികം പൊളിച്ച് വെച്ചതാണ്. ഇനി നേരെ ഒരു ഉരുളി വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാമോയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു മുത്ത് വരുമ്പോഴത്തേനും നമുക്ക് സവോളയും പിന്നെ പച്ചമുളകും ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതൊരു ഏകദേശം പരുവായി കഴിയുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേനും ചിക്കൻ ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയുടെ നടുവിലായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മസാലപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഈ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് ഒരു ഡാർക്ക് കളർ ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട് നൈറ്റ്? എങ്ങനെയുണ്ട് അമ്മയുടെ നൈറ്റ്? കുറച്ച് ഷേപ്പ് ആക്കാനുണ്ട്, ബട്ട് എനിക്ക് ലൂസായിട്ട് ഇരുന്നതാണ് ഇഷ്ടം. അപ്പം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ കഷ്ണം ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. കറി ആകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാം. അപ്പോൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ മുളകൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവേ. ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കറി ഇവിടെ ഇരുന്ന് ആവുന്നുണ്ട് കേട്ടോ. ഇഞ്ചി മുറിച്ചാൽ അത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ കൈ പോകാൻ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചൂടുവെള്ളത്തിൽ കൈ വെക്കണം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഞാനൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കൈ പുകച്ചിൽ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാനത് ചൂടുവെള്ളത്തിൽ കൈ മുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കുന്നതും കൂടെ ഒന്ന് ചെയ്താൽ മതി. കറി ആക്കാൻ നേരത്ത് വഴറ്റിയ ഉള്ളി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചിക്കൻ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ചിക്കനൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ചക്ക വേവിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചക്ക വേവിച്ചതും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞാനും കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.